ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീത സപ്തമോ അധ്യായഃ ജ്ഞാനവിജ്ഞാനയോഗഃ. ശ്ലോകം 16. ചതുർവിധ ഭജന്തേ മാം ജനാഃ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ശ്ലോകം 17. തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യത്തെ പ്രിയോ ഹി ജ്ഞാനിനോ അത്യർത്ഥമഹം സ ച മമ പ്രിയഃ. 4 വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് ഭഗവാനെ ഭജിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖിതൻ ദുഃഖനിവാരണത്തിനായും ഭഗവത് തത്വം അറിയാനാഗ്രഹമുള്ളവർ ആ ജ്ഞാനലാഭത്തിനായും ഭൗതിക ശ്രേയസ്സും വൈഭവങ്ങളും മോഹിക്കുന്നവൻ അവയുടെ ലാഭത്തിനായും ജ്ഞാനസമ്പന്നൻ ഇച്ഛാരഹിതനായി സായുജ്യത്തിനായും ഭഗവാനെ ഭജിക്കുന്നു. ഉദ്ദേശ്യം എന്തുതന്നെയായാലും ഈശ്വരോന്മുഖമായ ബുദ്ധി ഉണ്ടാകുന്നത് കൊണ്ടുതന്നെ ഈ 4 കൂട്ടരും സുഹൃതികളാണ്. പാപികൾക്ക് ഈശ്വരചിന്ത ഉണ്ടാവുകയില്ലെന്നും അവർ എന്നെ ആശ്രയിക്കുകയില്ലെന്നും മുൻ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവാനെ ഭജിക്കാൻ തോന്നുന്നത് തന്നെ സുഹൃതികളായതുകൊണ്ടാണ്. ഈ 4 വിഭാഗക്കാരിൽ ജ്ഞാനി സവിശേഷതകൾ ഉള്ളവനാണ്. കാരണം ഭഗവത് പ്രാപ്തി അല്ലാതെ മറ്റൊരു ലക്ഷ്യവും ജ്ഞാനിക്ക് ഇല്ല. ദുഃഖിതന് ദുഃഖങ്ങൾ ഇല്ലാതാകണം. അർത്ഥാർത്ഥിക്കു ധനവൈഭവങ്ങൾ വേണം. ജിജ്ഞാസുവിന് ഭഗവത് തത്വം അറിയണം. ജ്ഞാനി നിരീഹനാണ്. ജ്ഞാനിയുടെ ഭജനത്തിന് ഭഗവത് പ്രാപ്തി മാത്രമാണ് ലക്ഷ്യം. ജ്ഞാനിക്ക് ഭഗവാൻ അത്യന്തം പ്രിയപ്പെട്ടവനാണ്. അതുപോലെ തന്നെ ജ്ഞാനിയെ ഭഗവാനും ഇഷ്ടപ്പെടുന്നു. നിത്യയുക്തനായ ജ്ഞാനിക്ക് ഒരു തവണ ബ്രഹ്മാനന്ദ അനുഭൂതി ഉണ്ടായാൽ അത് എന്നെന്നും നഷ്ടപ്പെടാതെ നിലനിൽക്കുമ്പോൾ മറ്റു 3 കൂട്ടർക്കും വേറെ ലക്ഷ്യങ്ങളോടെയാണല്ലോ ഭഗവാനെ സമീപിക്കുന്നത്. അവർക്ക് ബ്രഹ്മാനന്ദം ലഭ്യമാകുന്നില്ല. ജ്ഞാനി സർവം ബ്രഹ്മമയമെന്ന് ദർശിക്കുമ്പോൾ മറ്റുള്ളവർ ഭക്തി മാത്രം ആഗ്രഹിക്കുന്നവരല്ല. ജ്ഞാനിക്കുണ്ടാകുന്ന ബ്രഹ്മാനുഭൂതി നിത്യമാകയാൽ ഭഗവാനുമായി ഉണ്ടാകുന്ന ബന്ധവും ശാശ്വതമാകുന്നു. ശ്ലോകം 18. ഉദാരാ സർവ ഏവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മധം ആസ്ഥിത സഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിം. ആർത്തൻ, ജിജ്ഞാസു, ധനാർത്ഥി, ജ്ഞാനി എന്നീ 4 വിഭാഗക്കാരും ഭഗവാനെ ആശ്രയിക്കുന്നിടത്തോളം ആദരണീയർ തന്നെ. ജ്ഞാനി ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തന്നെ അംശമാകുന്നു. ജ്ഞാനിയുടെ പരമലക്ഷ്യം ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ആകുന്നു. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി ഭവിക്കുന്നു. സകല ജീവരാശികളിലും അന്തര്യാമിയായി വർത്തിക്കുന്നത് പരമാത്മാവാണെന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനി സ്വയം പരമാത്മാവിൻ്റെ അംശമാണെന്ന് അനുഭവിച്ചറിയുന്നു. അങ്ങനെ സ്വന്തം ആത്മാവിനെ പ്രപഞ്ചസത്യവുമായി അനുബന്ധമായി അറിയുന്നതുകൊണ്ടാണ് ജ്ഞാനി എൻ്റെ സ്വരൂപം തന്നെ എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. ശ്ലോകം 19. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവഃ സർവമിതി സമഹാത്മാ സുദുർലഭഃ. അർത്ഥം: 1-2 ജന്മം കൊണ്ട് ഒരു സാധകന് പരബ്രഹ്മപ്രാപ്തി സാധ്യമായെന്ന് വരാറില്ല. ഒരു സാധകന് പരബ്രഹ്മപ്രാപ്തി നേടണമെങ്കിൽ പല ജന്മങ്ങൾ വേണ്ടി വന്നേക്കാം. ബ്രഹ്മാനുഭൂതി കൈവരണമെങ്കിൽ യോഗ പരിശീലനം കൊണ്ട് ചിത്തശുദ്ധി നേടേണ്ടതുണ്ട്. ജ്ഞാനം കൊണ്ട് ലഭിക്കേണ്ട ഈ ചിത്തശുദ്ധി നേടുവാൻ കർമ്മവാസനകൾ തടസ്സം സൃഷ്ടിക്കാറും ഉണ്ട്. ഈ ശ്ലോകത്തിലെ വാസുദേവ ശബ്ദം ഇവിടെ പരബ്രഹ്മത്തെയാണ് കുറിക്കുന്നത്. 20-ാമത്തെ ശ്ലോകം.
താത്കാലിക ലാഭത്തിനു വേണ്ടി വെവ്വേറെ ദേവതകളെ ആശ്രയിക്കുന്ന അല്പജ്ഞന്മാരെ പറ്റിയാണ് ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. കാമൈസ്തൈസ്തൈർഹൃതജ്ഞാന പ്രപദ്യന്തേ അന്യദേവത തം തം നിയമമസ്തായ പ്രകൃത്യാ നിയതാ സ്വയാ. ഫലേച്ഛയോടെ കർമ്മങ്ങളിൽ മുഴുകുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പ്രകാശം നഷ്ടമാകുന്നു. ഫലസിദ്ധിക്ക് വേണ്ടി അവർ കാമനകൾക്കനുസരിച്ച് അന്യദേവതകളെ ആശ്രയിക്കുന്നു. രോഗശാന്തിക്ക് വേണ്ടി സൂര്യാരാധന നടത്തുന്നു. ശത്രുനാശത്തിന് ചിലർ ഭദ്രകാളിയെ ഉപാസിക്കുന്നു. ഭദ്രകാളി പ്രീതിക്ക് വേണ്ടി അവർ മൃഗബലി പോലും നടത്തുന്നു. തമോ ഗുണത്തിന് പ്രാധാന്യമുള്ള ഉപാസനാ രീതിയാണത്. രജോ ഗുണ പ്രധാനികൾ ഐശ്വര്യലാഭത്തിനു വേണ്ടി ഗണപതിയെയും മറ്റു പല ദേവതകളെയും ആശ്രയിക്കുന്നു. ഓരോ ദേവതയ്ക്കും പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളും അവർ അനുസരിക്കുന്നു. ഇവരെല്ലാം അധമമായ രജസ്തമോ ഗുണങ്ങൾക്ക് അധീനരത്രേ. അതുകൊണ്ടാണ് നശ്വരമായ ഭൗതിക മോഹങ്ങളോടെ അന്യദേവന്മാരെ ആശ്രയിക്കുന്നത്. കർമ്മഫലം അനുഭവിക്കണമെന്ന മോഹമാണ് യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്യുന്നത്. ഉള്ളിലും പുറത്തും അജ്ഞാനാന്ധകാരം വ്യാപിക്കുന്നതോടെ ഭൗതിക മോഹങ്ങൾക്ക് അധീനരായ ആളുകൾ യഥാർത്ഥ ജീവിതം ലക്ഷ്യം കണ്ടെത്താനാകാതെ നശ്വര സുഖങ്ങളെ മോഹിച്ച് അലയുന്നു. സുഖപ്രാപ്തിക്ക് സഹായമാകുമെന്ന് കരുതി അന്യദേവതകളെ ആരാധിക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ടാണ്. അത്തരക്കാർ മായയ്ക്ക് വിധേയരായി തന്നെ ജീവിതം ഒടുക്കുന്നു. ശ്ലോകം 21. യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ഏതു ദേവതയെ ആരാധിച്ചാലും ഏകമായ പരബ്രഹ്മ തത്വം സാധകൻ്റെ ഉള്ളിലും പുറത്തും സ്ഥിതി ചെയ്യുന്നതാണ് പരബ്രഹ്മ തത്വം. ആ ദേവതയുടെ നേർക്ക് അചഞ്ചലമായ ഭക്തിയെ ഉളവാക്കുന്നു. ആരാധ്യൻ ഒന്നേയുള്ളൂ. മായാഗുണങ്ങൾക്ക് അധീനരായ വ്യക്തികൾ ദേവതകളെ പരസ്പര ഭിന്നങ്ങളായി ദർശിക്കുന്നു. ഭിന്നദേവതകളെ ആരാധിക്കുമ്പോഴും ഭക്തൻ്റെ മനസ്സിൽ ഭക്തിഭാവന ഉണർത്തുന്നത് ആരാണ്? ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്. ശ്ലോകം 22. സതയാ ശ്രദ്ധയാ യുക്തസ്തസ്യാരാധനമീഹത്തെ ലഭതേ ച തദഃ കാമാൻ മയ്യവ വിഹിതാൻ ഹിതാൻ. സർവവ്യാപിയും സർവശക്തനും സർവജ്ഞനുമാണ് ഭഗവാൻ. അദ്ദേഹം സകല ജനങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. തന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന നിർബന്ധം ഭഗവാനില്ല. വേദവിധികൾ കാമനകളുടെ പൂർത്തീകരണത്തിന് വിവിധ ദേവതകളെ ആരാധിക്കാൻ നിർദ്ദേശിക്കുന്നു. മായാശ്രിതങ്ങളായ ഗുണങ്ങൾക്ക് അധീനരായി പോകുന്നവർ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി അന്യദേവതകളെ അഭയം പ്രാപിക്കുന്നതും ആ ദേവതകൾ ആഗ്രഹപൂർത്തി വരുത്തി കൊടുക്കുന്നതുമെല്ലാം ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ നിശ്ചയത്തിനനുസരിച്ച് തന്നെയാണ്. ശ്ലോകം 23. അന്തവത്തു ഫലം ദേശാം തദ്ഭവത്യൽപമേതസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്തായാന്തി മാമപി. ഗുണാധീനരായി ഫലകാമനയോടെ ഇഷ്ടദേവതകളെ ആരാധിക്കുന്നവർക്ക് ഫലപ്രാപ്തി ഉണ്ടാകാറുണ്ട്. ആ സാധകൻ ആഗ്രഹിച്ചത് ലഭിക്കുന്നു. പക്ഷേ നശ്വരമായ ഭൗതിക മോഹങ്ങളോടെയാണല്ലോ ഉപാസന നടത്തിയത്. ആ മോഹങ്ങൾ ദേവതാപ്രീതി കൊണ്ട് സാധിതങ്ങളായി. അന്യദേവതകൾക്ക് വ്യക്തമായ രൂപങ്ങളുണ്ട്. പരമാത്മാവ് അവ്യക്തമല്ലേ? അവ്യക്തമായ അരൂപിയെ എങ്ങനെ ധ്യാനിക്കും? അതിനെ ഉപാസിക്കുന്നതെങ്ങനെ? ഇത്തരം സംശയങ്ങൾക്ക് ഭഗവാൻ തന്നെ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ സമാധാനം നൽകുന്നു. ശ്ലോകം 24. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയഃ പരം ഭാവമജാനന്തോ മമാവ്യയമനുത്തമം. വ്യക്തമായ രൂപഭാവങ്ങളുള്ള അന്യദേവതകളെ ഭജിക്കുന്ന ബുദ്ധിഹീനന്മാർ പരബ്രഹ്മസ്വരൂപിയായ എൻ്റെ അത്യുത്കൃഷ്ടമായ ഭാവം അറിയുന്നതേയില്ല. ഭഗവാൻ പറയുകയാണ്, ശൂന്യതയിൽ നിന്ന് രൂപം കൊണ്ടവനായി എന്നെ അവർ കരുതുന്നു. ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ലെന്നും ഞാൻ നിത്യനും അവ്യയനുമാണെന്നും ഗ്രഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സർവ്വവ്യാപിയായ എന്നെ സാകാരനാക്കിയൊരു രൂപത്തിലൊതുക്കാൻ അവർ ശ്രമിക്കുന്നു.
നിത്യനായ എന്നെ ജീവിതത്തിൻ്റെ ഭിത്തികൾക്കുള്ളിൽ തളച്ചിടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ജന്മജരാ മരണാദികൾക്ക് അതീതനും സർവ്വവ്യാപിയും സനാതനനുമാണെന്ന് എന്നെ അറിയാൻ അവർ സമർത്ഥരാകുന്നില്ല. ശ്ലോകം 25. നാഹം പ്രകാശക സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോ അയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. അർത്ഥം: ഭഗവാൻ കൂടിയും യോഗമായയാൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ ജനങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഭഗവത് ദർശനം സുലഭമാകുന്നുമില്ല. യോഗമായ എന്ന ശക്തി ഭഗവാനെ മറയ്ക്കുന്നു. നിത്യനും സനാതനനുമാണെന്ന് ഭഗവാൻ എന്നും മൂഢന്മാർക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. നിത്യനും സനാതനനുമാണ് ഭഗവാൻ എന്ന് മൂഢന്മാർക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. ഭാഗവതത്തിലും ഈശ്വരോപനിഷത്തിലും ഭഗവാനെ ആവരണം ചെയ്തിട്ടുള്ള മായയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. യോഗമായയാൽ ആവൃതനാകയാൽ സാധാരണ ജനങ്ങൾക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നില്ലെന്ന് ഭാഗവതത്തിൽ കുന്തിദേവി ശ്രീകൃഷ്ണനോട് തന്നെ പറയുന്നുണ്ട്. ജന്മനാശങ്ങൾക്ക് അതീതനായ സനാതന തത്വമയനായ ഭഗവാനെ ദർശിക്കാൻ മായ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു. ശ്ലോകം 26. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കച്ചന. സർവാന്തര്യാമിയും സർവശക്തനും സർവജ്ഞനുമാണ് ഈശ്വരൻ. ആ ചൈതന്യത്തിൽ നിന്നുളവായ മായയുടെ സ്പന്ദനാക്രമം കൂടി ഈശ്വരന് സുവിദിതമാണ്. ഈ പ്രപഞ്ചത്തിൽ ഇന്നോളം സംഭവിച്ചു കഴിഞ്ഞതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ സംഭവിക്കാനുള്ളതുമെല്ലാം ആ ശക്തിക്ക് അറിയാം. ശ്ലോകം 27. ഇശ്ചാദ്യേഷസമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. പരബ്രഹ്മത്തിൻ്റെ സത്തയ്ക്ക് പരിവർത്തനം ഉണ്ടാകാതെ തന്നെ ഭിന്നമായ നാമരൂപാദികൾ പ്രത്യക്ഷമാകുന്നു. ഈ പ്രക്രിയ പ്രകടമാക്കുന്നത് ബ്രഹ്മശക്തിയായ മായയാണ്. ശ്ലോകം 28. യേഷാം ത്വന്ദ്വഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതാ. സുഹൃതികളുടെ പാപകർമ്മങ്ങൾക്ക് ക്ഷയമുണ്ടാകണം. പാപപുണ്യങ്ങൾ ജീവിതത്തിലുണ്ടാകാതിരിക്കുക പ്രയാസം തന്നെ. അവയിൽ പാപകർമ്മങ്ങൾക്ക് ക്ഷയമുണ്ടാകുന്നതോടെ മനുഷ്യന് ദ്വന്ദ്വമോഹങ്ങളിൽ നിന്ന് മോചനം സാധ്യമാകും. ആ ഘട്ടത്തിൽ സത്സംഗം കൊണ്ട് ദൃഢമായ വ്രതനിയമങ്ങളോടെ അവർക്ക് ഭഗവത് ഭജനം സാധ്യമാകും. അത് സംഘം കൊണ്ടും നിസ്സംഗത്വം കൊണ്ട് നിർമോഹത്വവും നേടിയാൽ ബ്രഹ്മസാക്ഷാത്കാരം എന്ന ജീവമുക്തിക്ക് അർഹനാകാൻ കഴിയും. ശ്ലോകം 29. ജരാമരണമോക്ഷായ മാമാശ്രിത്യ യതന്തിയേ തേ ബ്രഹ്മ തദ്വിദു കൃത്സ്ന മധ്യാത്മം കർമ്മ ചാക്കിലം. പരമാത്മ സ്വരൂപിയായ ഭഗവാനെ ആശ്രയിച്ച് ജനനം, വാർദ്ധക്യം, മരണം എന്നീ സ്വഭാവങ്ങളോടുകൂടിയ സാംസ്കാരിക ജീവിതത്തിൻ്റെ ആവർത്തന ചക്രത്തിൽ നിന്ന് മോചനം നേടാൻ പരിശ്രമിക്കുന്നവർ പരബ്രഹ്മത്തെ അറിയുന്നു. ഒപ്പം തന്നെ ജീവനെയും കർമ്മത്തെയും കുറിച്ചുള്ള അറിവും അവർക്ക് ലഭിക്കുന്നു. ശ്ലോകം 30. സാദിഭൂതാദിദൈവം മാം സാദിയജ്ഞം ചയേ വിദുഃ പ്രയാണകാലേ അപി ച മാം തേ വിദുര്യക്ത ചേതസഃ. അർജുന, സർവനിയന്താവായും യജ്ഞപുരുഷനായും എന്നെ അറിയുന്നവർ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവരായി മരണകാലത്ത് പോലും എന്നെ സ്മരിക്കുന്നു. ഈ സ്മരണ സായുജ്യപ്രാപ്തിക്ക് കാരണമായി തീരുന്നു. സാക്ഷാത്കാരത്തിൻ്റെ അനുഭൂതി ഉണ്ടായിക്കഴിഞ്ഞാൽ ദേഹനാശത്തെക്കുറിച്ചുള്ള ചിന്തയോ തന്മൂലമുള്ള വ്യാകുലതയോ ഉളവാകുകയില്ല. ഈശ്വരനിൽ നിഷ്ഠയോടെ മനസ്സുറപ്പിച്ചവർ മരണവേളയിൽ കൂടിയും ഈശ്വര ദർശനം സാധിക്കുന്നു. അപ്പോൾ ദൈഹിക ചിന്തകളോ മരണവേദന പോലുമോ സാധകനെ ശല്യപ്പെടുത്തുന്നില്ല. ബ്രഹ്മത്തിൻ്റെ 5 ഭാവങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടു. അതിഭൂതം, അതിദൈവം, അധ്യാത്മം, അതിയജ്ഞം, കർമ്മം എന്നിവ 5ഉം ബ്രഹ്മത്തിൻ്റെ ഏകത്വത്തിലുള്ള വിഭിന്ന ഭാവങ്ങളാണ്. ഇവയെ ബ്രഹ്മത്തിൽ നിന്ന് വേർപെടുത്തി കാണാതെ ബന്ധിപ്പിച്ചു കാണുന്നതാണ് പൂർണ്ണജ്ഞാനം. ഇത് കൈവന്നു കഴിഞ്ഞാൽ മരണവേളയിൽ പോലും വിട്ടുപോവുകയില്ല. പൂർണ്ണജ്ഞാനം നേടിയ സാധകനെ അതിൽ നിന്ന് അകറ്റാൻ മരണത്തിനു പോലും കഴിയുകയുമില്ല. പൂർണ്ണജ്ഞാനം നേടിയ ആളിൻ്റെ ബ്രഹ്മപ്രാപ്തിക്ക് മരണം ഒരു വിധത്തിലും വിഘാതവും സൃഷ്ടിക്കുന്നില്ല. ബ്രഹ്മത്തിൻ്റെ ഈ പറഞ്ഞ 5 ഭാവങ്ങളെ
അടുത്ത അധ്യായത്തിൽ ഭഗവാൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത 7 അധ്യായങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്തു കഴിഞ്ഞു. ജ്ഞാനവിജ്ഞാന യോഗം ഇവിടെ സമാപിക്കുകയാണ്. ഇതി ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാന യോഗോ നാമ സപ്തമോ അധ്യായ. അപ്പോൾ അടുത്ത അധ്യായവുമായി അടുത്ത ഭാഗത്ത് കാണാം. ശ്രീമദ് ഭഗവത്ഗീത പാരായണം ശ്രവിക്കുന്നതും പാരായണം ചെയ്യുന്നതും പുണ്യമത്രേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത അധ്യായവുമായി അടുത്ത ഭാഗത്ത് കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.